സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസ് കാലിക്കറ്റ് എഫ്സിയെ നേരിടും. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. സുലേഖ ശശികുമാർ ചേരുകയാണ് തത്സമയ വിവരങ്ങൾ നൽകാൻ. സുലേഖ, മത്സരത്തിന്റെ ആവേശം എത്രത്തോളമുണ്ട്? തീർച്ചയായും വലിയ ഓളം തന്നെയാണ് കൊമ്പൻസിന്റെയും കാലിക്കറ്റ് എഫ്സിയുടെയും മത്സരത്തിന് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരുങ്ങി കഴിയുന്ന സമയത്ത് വലിയ ഒരു ഓളം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. കാലിക്കറ്റ് എഫ്സിയുടെ ആരാധകരും അതിനൊപ്പം തന്നെ കൊമ്പൻസിന്റെ ആരാധകരും ഒക്കെ തന്നെയും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ മത്സരം ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ മത്സരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറെ നിർണായകമായ മത്സരമാണ്. കൊമ്പൻസിനെ സംബന്ധിച്ചും കാലിക്കറ്റ് എഫ്സിയെ സംബന്ധിച്ചും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നത് അല്ലെങ്കിൽ വലിയ വാശിയേറിയ പോരാട്ടം തന്നെ ഇന്നും ഇവിടെ ഉണ്ടാകുമെന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോയിന്റ് പട്ടികയിൽ കോഴിക്കോട് എഫ്സിയാണ് മുന്നിലുള്ളത്. കൊമ്പൻസ് 6 പോയിന്റാണ് കൊമ്പൻസിനുള്ളതെങ്കിൽ 7 പോയിന്റാണ് കാലിക്കറ്റ് എഫ്സിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും വലിയൊരു ആവേശം തന്നെയാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഈ കൊമ്പൻസിന്റെയും അതിനൊപ്പം തന്നെ കോഴിക്കോട് എഫ്സിയുടെയും SLKക്ക് വേണ്ടിയുള്ള ഈ ഒരു മത്സരത്തിന് വലിയൊരു ഓളം തന്നെയാണ് ഉള്ളത്. ആരാധകരൊക്കെ തന്നെയും വലിയ ആവേശത്തിലാണ് ഉള്ളത്. കൊമ്പൻസ് പിന്നെ ജയിക്കും, കൺഫേം. 2-1 ആയിരിക്കും. 2-1 ഉഷാറായിരിക്കും. ഇത് തന്നെയാണ് എന്തായാലും ആരാധകരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആവേശം ആരാധകരിൽ തന്നെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൊമ്പൻസ് വലിയ രീതിയിലുള്ള മുന്നേറ്റം നേടുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ആരാധകർ വ്യക്തമാക്കുന്നതെങ്കിൽ ഇതിന് തൊട്ടപ്പുറത്ത് കോഴിക്കോട് എഫ്സിയുടെ ആരാധകരുണ്ട്. വലിയ ചെണ്ടമേളവും ബാൻഡ് മേളവും ഒക്കെ തന്നെയായി കോഴിക്കോട് എഫ്സിയുടെ ആരാധകരും ഇതിനൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ മത്സരം ഏറെ നിർണായകമാകുമെന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ പോലെ തന്നെയും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ സീറ്റുകളൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ ആരാധകർ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും കൊമ്പൻസ് ടീമിലെ അംഗങ്ങളൊക്കെ തന്നെയും ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി കാലിക്കറ്റ് എഫ്സിയുടെ ടീം അംഗങ്ങൾ കൂടി ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതിനുശേഷം 7:30 തന്നെ കൃത്യം 7:30 തന്നെ ഈ മത്സരങ്ങൾ ആരംഭിക്കുമെന്നുള്ളത് തന്നെയാണ്. ആരാധകരെ സംബന്ധിച്ച് ഇത് വളരെ ആവേശം നൽകുന്ന ഒരു മത്സരമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ഓളം തന്നെയാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറെ നിർണായകമാണ്, ഇരു ടീമുകൾക്കും ഏറെ നിർണായകമാണ് ഈ സൂപ്പർ ലീഗ് കേരളയുടെ ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത്. കോഴിക്കോട് 7 പോയിന്റ് ആണെങ്കിൽ 6 പോയിന്റാണ് തിരുവനന്തപുരം കൊമ്പൻസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം ഏറെ നിർണായകമാകുമെന്നതിൽ സംശയമില്ല. ആസിത. ശരി, സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കൊമ്പൻസും കാലിക്കറ്റ് എഫ്സിയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം തന്നെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. വലിയ ആവേശമാണ് അവിടെ കാണാനും സാധിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് സുലേഖ ശശികുമാർ.